പശ്ചിമേഷ്യയിൽ വീണ്ടും നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. ദീർഘകാലമായി ഗാസയുടെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഹമാസ് തങ്ങളുടെ താൽക്കാലിക ഭരണസമിതി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടിക്ക് വഴങ്ങിയാണ് ഹമാസിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റം. ഗാസയുടെ ഭരണം ഇനി രാഷ്ട്രീയത്തിനപ്പുറം പ്രൊഫഷണലുകളായ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന പുതിയൊരു സമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തലിനു ശേഷം ട്രംപ് പ്രഖ്യാപിച്ച സമാധാന കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്നായിരുന്നു ഇത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഗാസയിലെ മന്ത്രാലയങ്ങൾ ഭരിച്ചിരുന്ന ഹമാസ് ഇതോടെ ഔദ്യോഗികമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കും. തീരുമാനത്തെ അമേരിക്ക ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. കരാർ നിരീക്ഷിക്കാൻ ട്രംപ് നിയോഗിച്ച ബോർഡ് ഓഫ് പീസ് ഹമാസിന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചു കഴിഞ്ഞു. വാക്കുകളിലല്ല, ഹമാസിന്റെ പ്രവർത്തികളിലാണ് തങ്ങൾക്ക് വിശ്വാസമെന്നും ഗാസയിലെ സാധാരണക്കാരുടെ അടിയന്തരാവശ്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും സമിതി വ്യക്തമാക്കി. ഇനി എന്താണ് സംഭവിക്കുക? പന്തിനി ഇസ്രയേലിന്റെ കോർട്ടിലാണ്. US മുന്നോട്ട് വച്ച പദ്ധതി അനുസരിച്ച് ഹമാസ് ഭരണം ഒഴിഞ്ഞുകൊടുക്കുകയും ആയുധം താഴെ വയ്ക്കുകയും ചെയ്താൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറേണ്ടതുണ്ട്. എന്നാൽ ഹമാസിന്റെ പുതിയ നീക്കത്തോട് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപ് നൽകുന്ന സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ഇനി കടുക്കും. വാക്കുകൾ സമാധാനത്തിൻ്റെതാണെങ്കിലും ഗാസയിലെ മണ്ണിൽ ഇപ്പോഴും ചോര മണക്കുന്നുണ്ട്. ഇസ്രയേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിൽ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. സായുധ ഭീഷണികൾ പൂർണ്ണമായി ഒഴിവാക്കാനാണ് വെടിനിർത്തലിന് ശേഷവും തങ്ങൾ ആക്രമണം തുടരുന്നതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം. ഭരണമാറ്റത്തിനുള്ള ഹമാസിന്റെ ഈ നീക്കം ഗാസയിൽ സ്ഥിരമായൊരു സമാധാനത്തിന് വഴി തുറക്കുമോ, അതോ ഇസ്രയേലിന്റെ കടുത്ത നിലപാടുകൾ കരാർ പൊളിക്കുമോ എന്ന് വരും ദിനങ്ങളിൽ കാണാം. ലോകവാർത്തകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട പേരുകളിലൊന്നാണ് ഹമാസ്. കേവലം ഒരു സായുധ സംഘടന മാത്രമാണോ അവർ, അതോ ഗാസയിലെ ജനങ്ങളുടെ ഔദ്യോഗിക ഭരണാധികാരികളോ? പലസ്തീൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ഹമാസിന്റെ കഥ പരിശോധിക്കാം. 1987 ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പലസ്തീനികൾ നടത്തിയ ഒന്നാം ജനകീയ പ്രക്ഷോഭത്തിന്റെ സമയത്താണ് ഹമാസ് രൂപം കൊള്ളുന്നത്. ഷെയ്ഖ് അഹമ്മദ് യാസിൻ എന്ന പലസ്തീനി പുരോഹിതനായിരുന്നു ഇതിന്റെ സ്ഥാപകൻ. ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നർത്ഥം വരുന്ന ഹരകത്തുൽ മുഖാവമത്തിൽ ഇസ്ലാമിയ എന്ന അറബിക് പേരിന്റെ ചുരുക്കരൂപമാണ് ഹമാസ്. തുടക്കത്തിൽ വെറും ഒരു സായുധ ഗ്രൂപ്പായിരുന്ന ഹമാസ് പിന്നീട് പലസ്തീൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. 2006 നടന്ന പലസ്തീൻ പൊതു തിരഞ്ഞെടുപ്പിൽ യാസിർ അറാഫത്തിന്റെ ഫതഹ് പാർട്ടിയെ അട്ടിമറിച്ച് ഹമാസ് വൻ വിജയം നേടി. തുടർന്നുണ്ടായ ആഭ്യന്തര തർക്കങ്ങൾക്കൊടുവിൽ 2007 മുതൽ ഗാസ മുനമ്പിന്റെ ഭരണം ഹമാസ് പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി. ഇസ്രയേൽ എന്ന രാജ്യത്തെ ഹമാസ് അംഗീകരിച്ചിരുന്നില്ല. ഇസ്രയേൽ പലസ്തീനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുന്ന കാലമായിരുന്നു അത്. സമാധാന ചർച്ചകളേക്കാൾ സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ പലസ്തീൻ വിമോചനം സാധ്യമാകൂ എന്ന് അവർ വിശ്വസിച്ചു. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് പലപ്പോഴായി ഇസ്രയേലിന് നേരെ പ്രത്യാക്രമണങ്ങൾ നടത്തി. ഇറാന്റെ പിന്തുണ ഹമാസിനെ കൂടുതൽ ശക്തരാക്കി. ലോക രാജ്യങ്ങൾക്കിടയിൽ ഹമാസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രണ്ടാണ്. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്യൻ യൂണിയൻ എന്നിവർ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ, തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പലസ്തീൻ അനുകൂലികളും അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനമായാണ് ഹമാസിനെ കാണുന്നത്. കേവലം യുദ്ധം മാത്രമല്ല, ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സ്കൂളുകൾ, ആശുപത്രികൾ, മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയും ഒരു പതിറ്റാണ്ടിലേറെയായി നിയന്ത്രിച്ചിരുന്നത് ഹമാസിന്റെ ഭരണസമിതിയായിരുന്നു. എന്നാൽ കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും US സമാധാന കരാറിനും വഴങ്ങിയാണ് തങ്ങളുടെ ഭരണസമിതി പിരിച്ചുവിടാൻ ഹമാസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആയുധം താഴെ വെച്ച ഭരണം സാങ്കേതിക വിദഗ്ധർക്ക് കൈമാറാനുള്ള ഹമാസിന്റെ പുതിയ നീക്കം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.